بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. فيقول شيخ الإسلام محمد بن عبد الوهاب رحمه الله: باب من الشرك الاستعاذة بغير الله. ഷിർക്കിൽ പെടുന്ന കാര്യമാണ് അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആദ നടത്തുക എന്ന ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് ഇസ്തിആദത്ത് നടത്തുക. ഇസ്തിആദ എന്ന വാക്ക് ഇസ്തഫഅല എന്ന വസനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ വസനിൽ ഇതുപോലെ വരുന്ന വാക്കുകൾ അധികം തേടുക, ആ കാര്യം ആവശ്യപ്പെടുക എന്നാണ് അർത്ഥം. ഔൻ എന്നാൽ സഹായം, ഇസ്തആന സഹായം തേടുക. ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായം, ഗൈസ് എന്ന് പറഞ്ഞാൽ മഴ. അപ്പൊ ഇത് രണ്ട് തേടുന്നതിനും ഇസ്തഗാസ എന്ന് പറയും. ഇസ്തഗാസ എന്നാൽ സഹായം തേടിയെന്നും മഴ തേടിയെന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെയാണ് ഇഷാറ. ഇഷാറ എന്നാൽ ഉപദേശം. ഇസ്തശാറ എന്നാൽ ഉപദേശം തേടുക. ഇസ്തശാറ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്: ഹഖ്ഖുൽ മുസ്ലിമു അലൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിമിന് മുസ്ലിമിനോടുള്ള ബാധ്യത 6 എന്ന് പറയുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അവൻ നിന്നോട് ഇഷാറത്ത് ചോദിച്ചാൽ, നിന്നോട് ഇസ്തിശാറ നടത്തിയാൽ, ഉപദേശം ചോദിച്ചാൽ ഉപദേശിക്കണം. ഉപദേശം ചോദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയാൽ, അപ്പോൾ ഒരാളെ അയാൾ പാർട്ട്ണറാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് അയാളെ മുമ്പേ പരിചയമുള്ളതുകൊണ്ട് നമ്മളോട് ചോദിക്കാം, എന്താണ് അയാളെ പറ്റിയ അവസ്ഥ അറിയോ? അപ്പൊ അറിയുള്ളത് പറഞ്ഞു കൊടുക്കണം. നല്ല ആളാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇനി തട്ടിപ്പ് ആണെന്ന് നമുക്ക് മുമ്പേ പരിചയമുള്ള ആളാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, നിർബന്ധമാണ്. അതല്ല ഒന്നും അറിയില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതല്ല ഒരു കച്ചവടം നമ്മൾ നേരത്തെ നടത്തി പരിചയമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോ ഒരാൾ വീടെടുക്കുകയാണ്, അതിൽ എങ്ങനെയാണ് നമുക്ക് മുമ്പേ എടുത്ത് പരിചയമുണ്ടെങ്കിൽ ചോദിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോ എന്നതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരാൾ നമ്മോട് ഉപദേശം ചോദിച്ചാൽ മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് അയാൾക്കത് പറഞ്ഞു കൊടുക്കുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇസ്തആദ എന്നാൽ അഭയം തേടുക, അള്ളാഹുവിനോട് അഭയം തേടുക എന്നത് അള്ളാഹുക്കുള്ള ഇബാദത്താണ്. അത് മറ്റുള്ളവരോട് തേടിയാൽ മറ്റുള്ളവർക്കുള്ള ഇബാദത്താണ്. എന്നിട്ട് സൂറത്തുൽ ജിന്നിൽ ആയത്താണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവിടെ കൊടുത്തത്: അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. ചില മനുഷ്യർ ചില ജിന്നുകളോട് അഭയം തേടിയിരുന്നു, അതവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു. ഇത് നമ്മൾ പറഞ്ഞു, ജാഹിലിയ്യത്തിലെ അറബികൾ ഒരു താഴ്വരയിൽ ഇറങ്ങിയാൽ, പല സ്ഥലത്തും അവർ വന്നിറങ്ങിയാൽ അവരിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ ദമ്മ് ചെയ്ത് ആക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഖൗല ബിൻത് ഹകീം റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഈ കിതാബിലുള്ളത്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ: മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുർറുഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദിഖ്ഖ, നല്ല ഇൽമും അതുപോലെ ദിഖ്ഖത്തും തെളിവുകൾ കൊണ്ടുവരാനുള്ള കഴിവും ഈ ആയത്തും ഹദീസും അടുത്തു കൊണ്ടുവന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ജാഹിലിയ്യ ചില അറബികൾ ഒരു താഴ്വരയിൽ ഇറങ്ങിയാൽ അഭയം തേടുകയാണ്. ആരോട്? ജിന്നുകളോട്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീനാൽ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു സ്ഥലത്തിറങ്ങിയാൽ അവിടുത്തെ ജിന്നിനോടല്ല, ഒരു പടപ്പിനോടുമല്ല, മറിച്ച് അള്ളാഹുവിനോട് അഭയം തേടുക. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പറയുക. എന്നാൽ ലം യദുറുഹു ശൈ, അവനൊന്നും ഉപദ്രവിക്കുകയില്ല. ഉപദ്രവം പേടിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ഹത്താ യർതഹില, അവൻ യാത്രയാകുന്നതുവരെ. മിൻ മൻസിലിഹി ദാലിക്, അവൻ ഇറങ്ങിയ ആ സ്ഥലത്തു നിന്നും യാത്രയാകുന്നതുവരെ. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ എന്താണ് അവിടെ ഉള്ളത് നമുക്കറിയില്ല.
അള്ളാഹു അല്ലാതെ നമ്മളെ കാക്കാൻ ആരുമില്ല. പ്രത്യേകിച്ച് യാത്ര എന്നത് പല അപകടങ്ങളും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പല ആളുകളും മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുമായുള്ള സിഖത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത കാഫിറുകളുമായുള്ള ഇടപഴകൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു തവക്കുലും അള്ളാഹിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ സുഖസുന്ദരമായി ഇങ്ങനെ പോവുകയാണ് പല ആളുകളും. യാത്ര പോകുമ്പോഴും മറ്റു പല സന്ദർഭത്തിലും അള്ളാഹു കാക്കും, അള്ളാഹിന്റെ കാവലുണ്ടാവും, അള്ളാഹു കാക്കട്ടെ എന്നിങ്ങനെയുള്ള വാക്കുപോലും പല ആളുകളും മറന്നുപോകുന്നു. വലിയ അപകടമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ യാത്ര തുടങ്ങുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, വാഹനത്തിലേക്ക് കയറുമ്പോ, ഇതുപോലെ ഇടയിൽ സ്ഥലത്തിറങ്ങിയാൽ, ഇനി നമ്മളൊരു നാട്ടിലേക്ക് എത്തുമ്പോൾ ആ നാട് കാണുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ കൽപ്പിച്ചു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്ഇ വമാ അദ്ലൽ ورب الأرضين السبع وما أقلل ورب الشياطين وما أضلل ورب الرياح وما ذرين أسألك خير هذه القرية وخير ما فيها وخير أهلها وأعوذ بك من شر هذه القرية وشر ما فيها وشر أهلها اللهم رب السماوات السبع وما أضلل ഏഴ് ആകാശങ്ങളുടെയും റബ്ബായ അല്ലാഹുവേ, ആ ആകാശങ്ങൾ എന്തിനൊക്കെ തണൽ വിരിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായവനെ. വറബ്ബൽ അർദീന സബ്ഇ വമാ അഖ്ലൽ, ഏഴ് ഭൂമികളുടെയും ആ ഏഴ് ഭൂമി എന്തിനൊക്കെ താങ്ങുന്നുണ്ടോ അതിന്റെയും റബ്ബായവനെ. വറബ്ബ ശയാത്തീനി, ശൈത്താന്മാരുടെയും റബ്ബായവനെ. വമാ അദ്ലൽ, അവർ ആരെയൊക്കെ വഴിപിഴപ്പിച്ചിട്ടുണ്ടോ അതിന്റെയും റബ്ബായവനെ. വറബ്ബ റിയാഹി വമാ ദറൈൻ, കാറ്റുകളുടെയും അത് വിതറുന്നതിന്റെയും റബ്ബായവനെ. അസ്അലുക ഖൈറ ഹാദിഹിൽ ഖറിയത്തി വഖൈറ മാ ഫീഹാ വഖൈറ അഹ്ലിഹാ, ഈ നാട്ടിന്റെ ഖൈറും ഈ നാട്ടിലുള്ള ഖൈറും ഇതിലെ ആളുകളുടെ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അഊദു ബിക മിൻ ശർരി ഹാദിഹിൽ ഖറിയത്തി വശർരി മാ ഫീഹാ വശർരി അഹ്ലിഹാ, നേരത്തെ ഈ നാട്ടിന്റെ ഷർറും ഇതിലുള്ളതിന്റെ ഷർറും ഇതിലെ ആളുകളുടെ ഷർറും അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിക്റുകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിനോടാണ് നമ്മൾ കാവൽ തേടേണ്ടത്. ഏത് അപകടത്തിൽ നിന്നായാലും ഏത് പ്രയാസത്തിൽ നിന്നായാലും. ദുനിയാവിലെ കാരണങ്ങളിൽ നമ്മൾ അമിതമായി അവലംബിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തു, അയാളെ കണ്ടാൽ കാര്യം ശരിയായി, ഇയാളെ കണ്ടാൽ കാര്യം, ഞാൻ അങ്ങനെ ആ വഴിക്ക് നീങ്ങിയപ്പോ ശരിയായി. അതിനിടയ്ക്ക് നമ്മളൊന്ന് പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറയുന്നതിലിടക്ക് പറയാൻ മറക്കരുത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ഒരു ഖുവത്തും ഒരു ഹൗലും ഒരു കഴിവും ഒരു ശക്തിയുമില്ല, ഒന്നും നീക്കാൻ നമുക്ക് സാധിക്കുകയില്ല അള്ളാഹുവിനെ കൊണ്ടല്ല. അത് ഇസ്തിആനത്തിന്റെ വാക്കാണ്, അള്ളാഹുവിനോട് സഹായം തേടാനുള്ള വാക്കാണ്. അള്ളാഹു കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, തവക്കുൽ അത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നാണ് അള്ളാഹു നമ്മെ ദിക്ർ ചെയ്യുക. അള്ളാഹുവിനെ നമ്മൾ ദിക്ർ ചെയ്താൽ അള്ളാഹു നമ്മെ ദിക്ർ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ظن عبدي بي وانا معه اذا ذكرني, ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെയാണ്, ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും അവൻ എന്നെ ദിക്ർ ചെയ്യുന്ന സമയത്ത്. അള്ളാഹുവിന്റെ മഅയ്യ ഖാസ്സ അത് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അഥവാ അള്ളാഹു അവന്റെ ഇൽമു കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും എല്ലാവരോടൊപ്പമുണ്ട്. അത് കൂടാതെ അവന്റെ ഹിഫ്ള് കൊണ്ട്, അവന്റെ നസർ കൊണ്ട്, അവന്റെ കാവലും അവന്റെ സഹായവും കൊണ്ട് നമ്മുടെ അടുത്തുണ്ടാകും. അവനവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എന്റെ നഫ്സിൽ അവനെ ഓർക്കുന്നതാണ്. അവൻ എന്നെ കുറിച്ചൊരു കൂട്ടത്തിൽ വെച്ച് പറഞ്ഞാൽ ഞാൻ അതിനേക്കാളും നല്ലൊരു കൂട്ടത്തിൽ അവനെ കുറിച്ച് പറയുന്നതാണ്. അള്ളാഹു നമ്മെ കുറിച്ച് അവന്റെ മലായിക്കത്തിനിടയിൽ പറയുക എന്ന് വന്നാൽ സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയ ഫضل എന്താണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അതിന്റെ വാക്കാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബികലിമാത്തില്ലാഹ്, അള്ളാഹുവിന്റെ കലിമാത്തിനോട്. കാരണം അള്ളാഹിന്റെ കലിമാത്ത് അള്ളാഹിന്റെ പടപ്പല്ല. പടപ്പായിരുന്നെങ്കിൽ ഒരിക്കലും അതിനോട് സഹായം തേടാൻ അനുവദനീയമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇമാം അസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖുർആൻ അള്ളാഹിന്റെ ഖൽഖല്ല, അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അള്ളാഹിന്റെ കലാമാണ് എന്നതിന് തെളിവ് പിടിച്ചതിൽ ഒന്ന് ഈ ഹദീസാണ്. കാരണം അള്ളാഹിന്റെ പടപ്പായിരുന്നെങ്കിൽ ഒരിക്കലും
അള്ളാഹു അതിനോട് സഹായം തേടാൻ പഠിപ്പിക്കുമായിരുന്നില്ല. ലിഅന്നഹു ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോട് സഹായം തേടുക, കാവലിനെ തേടുക എന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോ അള്ളാഹിന്റെ കലാം അള്ളാഹിന്റെ മഖ്ലൂഖ് അല്ലാത്തത് കൊണ്ടാണ് അള്ളാഹു അതിനോട് സഹായം തേടാൻ, കാവലിനെ തേടാൻ പഠിപ്പിച്ചത്. അഊദു ബില്ലാഹ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്നു അഊദു ബി കലിമാത്തില്ലാഹ്, അള്ളാഹിന്റെ കലിമാത്തിനോട് ഞാൻ കാവലിനെ തേടുന്നു. അത്താമാറ്റി, പൂർണ്ണമായ, ഒരു നഖ്സും ഒരു സിയാദത്തും ഇനി വരാനില്ല, ഒന്നും കുറഞ്ഞു പോവുകയില്ല, ഒന്നും ഇനി കൂടി പോവുകയില്ല. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. അള്ളാഹു അവന്റെ കലിമത്തിനെ കുറിച്ച് പറഞ്ഞു لا يأتيه الباطل, ബാത്തിൽ അതിൽ വരികയില്ല, من بين يديه ولا من خلفه, അതിന്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ വരികയില്ല. തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്, ഹക്കീമായ ഹമീദായ, എല്ലാ ഹിക്മത്തുമുള്ള, ഏറ്റവും പൂർണ്ണമായ ഹിക്മത്തുള്ള, എല്ലാ ഹംദിനും അർഹനായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതാകുന്നു ഇത്. ആ കലിമാത്തിനോട് നമ്മൾ കാവൽ തേടുന്നു. അഊദു ബികലിമാത്തില്ലാഹി, കാരണം അള്ളാഹിന്റെ കലാം എന്നത് അള്ളാഹിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. ബിംബങ്ങളെ അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞു അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ല എന്ന്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം കാളക്കുട്ടിയെ, പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു അവർ കാണുന്നില്ല, അത് യാതൊന്നും അവരോട് തിരിച്ചു പറയുന്നില്ല എന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങൾ തകർത്തു, എന്നിട്ട് ചോദിച്ചപ്പോ വലുതിനോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തിരിച്ചു പറയാം ലഖദ് അലിംത മാ ഹഉലാഇ യൻതഖൂൻ, എനിക്കറിയാമല്ലോ ഇത് സംസാരിക്കുകയില്ല എന്ന്. സംസാരിക്കുകയില്ല എന്നത് ബിംബങ്ങളുടെ ന്യൂനതയായി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ആ ന്യൂനത ഒരിക്കലും അള്ളാഹുവിനില്ല. ആ ന്യൂനതയാണ് അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കുന്ന കക്ഷികൾ, മുഅ്തസിലത്തിന്റെ കക്ഷികൾ. അവർ എന്താ ചെയ്യുന്നത്? അള്ളാഹിന്റെ കലാം അള്ളാഹ് സംസാരിക്കുന്നു പറയാൻ പാടില്ല, സംസാരം നമുക്കല്ലേ, പടപ്പുകൾക്കല്ല. അള്ളാഹ്ക്ക് കലാമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മയും സാദൃശ്യപ്പെടുത്തലായി പോവില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നിഷേധിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹിന്റെ ഖൽഖാന്ന് പറഞ്ഞത്, കലാമല്ല, അള്ളാഹിന്റെ സിഫത്തിനെ നിഷേധിച്ചുകൊണ്ടാണ്. ഏതുപോലെ ഇന്ന് പല കൂട്ടരും അള്ളാഹിന്റെ വജ്ഹിനെ നിഷേധിക്കുന്നു. അള്ളാഹുവിന് വജ്ഹുണ്ട്, അവനൊരു മുഖമുണ്ട്, വജ്ഹുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോ ചില ആളുകൾ പറയും അശഅരിയ കക്ഷികൾ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷമുള്ള ആളുകൾ, ഞങ്ങൾ ഫിഖ്ഹിൽ ശാഫിഈ മദ്ഹബും അഖീദയിൽ അശഅരി മദ്ഹബുമാണ് പിൻപറ്റുന്നത് എന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ രണ്ടും കളവാണ്. ഫിഖ്ഹിൽ ശാഫിഈ മദ്ഹബും പിൻപറ്റുന്നില്ല, അഖീദയിൽ ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ അഖീദയും പിൻപറ്റുന്നില്ല. കാരണം ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് ഏത് ഇമാമിലേക്കാണ് ഇവർ ചേർത്തി പറയുന്നത്? ആ ഇമാം അഹ്ലുസുന്നയുടെ മദ്ഹബിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് അവസാന കാലത്ത്. അത് അദ്ദേഹം പരസ്യമാക്കിയിട്ടുമുണ്ട്. അൽ ഇബാന എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബിലൂടെ. ഈ അശഅരിയാക്കൾ എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? അള്ളാഹിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ നമ്മളെ വജ്ഹ് പോലെ ആയിപ്പോവും, അതുകൊണ്ട് വ്യാഖ്യാനിക്കണം. അള്ളാഹു ഇറങ്ങുന്നു പറയാൻ പാടില്ല, അപ്പോ നമ്മളെ പോലെ ആയിപ്പോവില്ലേ? അപ്പൊ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും എന്ന് വ്യാഖ്യാനിക്കണം. അള്ളാഹുവിന്റെ യദ് അഥവാ കൈ, അള്ളാഹു സുബ്ഹാനഹു വതആല അർശിലായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെ ആയില്ലേ എന്ന് വ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥത്തിൽ അവര് അശഅരിയാക്കളുടെ പ്രത്യേകത മുഅ്തസിലത്തിന് മറുപടി ആയിട്ടാണ് ഇവർ അശഅരിയത്ത് ഉണ്ടാക്കിയത്. മുഅ്തസിലത്തും ജഹ്മിയത്തും എന്താ ചെയ്ത്? അള്ളാഹിന്റെ സിഫത്തിനെ പച്ച നിഷേധിച്ചു. ഒരു സിഫത്തും ഇല്ല എന്ന് പറഞ്ഞു. ഏത് സിഫത്ത് പറഞ്ഞാലും നമ്മളെ പോലെ ആയിപ്പോ, അതുകൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു സിഫത്തും ഇല്ല. അപ്പൊ ഇവര് പറഞ്ഞു അല്ല, ചിലതുണ്ട് ചിലതില്ല. ഉണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഉണ്ടെന്ന് ചിലത് അംഗീകരിക്കുന്നുണ്ട്, സമഉം ബസറും, അള്ളാഹു കാണും കേൾക്കും എന്നവർ അംഗീകരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം, അതും ഇങ്ങനെ തന്നെയല്ലേ? നമ്മളും കാണുന്നുണ്ട്, നമ്മളും കേൾക്കുന്നുണ്ട്. അപ്പൊ അവർ പറയൂ അല്ല, അള്ളാഹിന്റെ കേൾവി നമ്മളെ പോലെയല്ല, അള്ളാഹിന്റെ കാഴ്ച നമ്മളെ പോലെയല്ല, അള്ളാഹിന്റെ ഇൽമ് നമ്മളെ പോലെയല്ല. നമുക്കും ഇൽമുണ്ട്, അള്ളാഹ്ക്കും ഇൽമുണ്ട്, ശരിയാണ്, പക്ഷെ രണ്ടും ഒരുപോലെ. അതേപോലെ തന്നെയാണ് ഇതിലും, വജ്ഹിലും അള്ളാഹിന്റെ നുസൂലിലും അള്ളാഹുവിന്റെ യദിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അഹ്ലുസുന്ന ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ അളമത്തിനും ജലാലത്തിനും യോജിച്ച കലാം അവനുണ്ട്, വജ്ഹ് അവനുണ്ട്, നുസൂൽ അവനിറങ്ങി വരും. അള്ളാഹുവിന്റെ മഹത്വത്തിനും അളമത്തിനും ജലാലത്തിനും യോജിച്ച രൂപത്തിൽ. അത് പടപ്പുകളുടേതുപോലെ അല്ല. ഇൽമും സമഉം ബസറും പടപ്പുകളുടേതുപോലെ അല്ലെങ്കിൽ ഇതും പടപ്പുകളുടേതുപോലെയല്ല. അള്ളാഹുവിന്റെ കലാം അവന്റെ വളരെ അറിയപ്പെട്ട സിഫത്താണ്. അവൻ കലാമുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കും.
അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കും. അത് മുമ്പ് ഇല്ലാതെ പിന്നെ അവൻ ഉണ്ടായ ഒരു സിഫത്തല്ല, മുമ്പേ അവനുള്ള എന്നും അവനുള്ള ഒരു സിഫത്താണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വലാണ്, അവൻ മുമ്പേ ഉള്ളവനാണ്. ആ സമയത്ത് തന്നെ അവന്റെ സിഫത്തുകളും അവനുണ്ട്. അവന് മുമ്പേ അവൻ എല്ലാ സിഫത്തോടുകൂടി ഉള്ളവനാണ്. ഇതാണ് നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. അഹ്ലുസുന്ന ഇങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നമ്മൾ പറയുന്നത്. മിൻ ശർരി, എല്ലാ ഷർറിൽ നിന്നും, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഷർറിൽ നിന്നും. അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നും ഇല്ല. അതുകൊണ്ട് അവൻ സൃഷ്ടിച്ച് ഷർറുണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം ഷർറിൽ നിന്ന് നാം അള്ളാഹുവിനോട് ഇസ്തിആദ തേടുന്നു. ഒരു സ്ഥലത്തിറങ്ങിയാൽ, ജാഹിലിയത്തിലെ അറബികൾ ഒരു സ്ഥലത്തിറങ്ങിയാൽ ജിന്നുകളോട് തേടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സ്ഥലത്തിറങ്ങിയാൽ ഇതാ ഇങ്ങനെ ചൊല്ലുക, അള്ളാഹുവിനോട് അവന്റെ സിഫത്തായ അവന്റെ കലിമാത്തിനോട് ഇസ്തിആദ തേടുക. അത് അവനോട് തേടുന്നത് തന്നെയാണ്. അവൻ കാക്കും, ഒന്നും ഉപദ്രവിക്കുകയില്ല. മുസ്ലിം റഹിമഹുല്ലാ റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഈ ദിക്ർ വേറെ പല സന്ദർഭത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഫദാഇൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, ഫീഹി മസായിൽ, ഈ പറഞ്ഞ ആയത്തിലും ഹദീസിലുമുള്ള മസ്അലകൾ, വിഷയങ്ങൾ. അൽ ഊല, ഒന്ന് തഫ്സീറു അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ്, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ അത് നമ്മൾ പറഞ്ഞു. ചില മനുഷ്യർ ആയിരുന്നു, തേടിയിരുന്നു ജിന്നുകളോട് സഹായം. ഒരു താഴ്വരയിൽ ഇറങ്ങിയാൽ അവരങ്ങനെ ചെയ്തിരുന്നു. അള്ളാഹുവിനോട് ഇസ്തിആദ തേടേണ്ടതിന് പകരം ജിന്നുകളോട്, ശൈത്താന്മാരോട് തേടുന്നു. അത് ശിർക്കാണ്. സാനിയ 2, കൗനുഹു മിനശ്ശിർക്ക്, അത് ശിർക്കാണ് എന്ന കാര്യം, അത് ശിർക്കാകുന്നു എന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. الثالث 3 الاستدلال على ذلك بالحديث. الاستدلال എന്നാൽ ദലാലത്ത് പിടിക്കുക, തെളിവെടുക്കുക. ദലാലത്ത് പിടിക്കുന്നതിനാണ് ഇസ്തിദ്ലാൽ എന്ന് പറയാം. ഏതുപോലെ ഇസ്തദല്ല എന്ന് പറഞ്ഞാൽ തെളിവ് സ്വീകരിച്ചു, ഇസ്തആദ അഭയം തേടുക എന്ന് പറഞ്ഞാൽ ഇത് തെളിവ് തേടലാണ്. ഇസ്തദല്ല ഇസ്തഫഅല എന്ന വസ്നിൽ നിന്ന് വന്നതാണ്. അൽ ഇസ്തിദ്ലാലു അലാ ദാലിക, അതിന് തെളിവ് തേടുക, അതിന് തെളിവ് പിടിക്കുക. ബിൽ ഹദീസ്, ഹദീസ് കൊണ്ട്. ലിഅന്നൽ ഉലമാ, കാരണം ഉലമാ ആലിമിന്റെ ജമാഅത്ത് ഉലമാ യസ്തദില്ലൂന, അവർ തെളിവ് പിടിക്കുന്നു, ബിഹി, അതുകൊണ്ട്, ആ ഹദീസ് കൊണ്ട്, അല അന്ന കലിമാത്തില്ലാഹി ഗൈറു മഖ്ലൂഖ, അള്ളാഹുവിന്റെ കലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ മഖ്ലൂഖല്ല, അള്ളാഹിന്റെ പടപ്പല്ല എന്നതിന് ഈ ഹദീസ് അവർ തെളിവ് പിടിച്ചു. ഖാലു, അവർ പറഞ്ഞു, ലിഅന്നൽ ഇസ്തിആദത ബിൽ മഖ്ലൂഖി ശിർകുൻ, ലിഅന്നൽ ഇസ്തിആദ കാവലിനെ തേടുക, ബിൽ മഖ്ലൂഖി മഖ്ലൂഖിനെ കൊണ്ട് അഥവാ അള്ളാഹുവിന്റെ ഏതെങ്കിലും പടപ്പിനെ കൊണ്ട് കാവലിനെ തേടുക എന്നത് ശിർകുൻ, അത് ശിർക്കാകുന്നു. ഇത് പൊതുവെ മുസ്ലിം ഉമ്മത്ത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവിടുത്തെ കാലത്ത് ബഹുഭൂരിപക്ഷവും ഇതിനെതിരായിരുന്നു. എന്നാൽ ഇന്നോ മുസ്ലിം ഉമ്മത്ത് ബഹുഭൂരിപക്ഷവും അള്ളാഹിന്റെ കലാമാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. റഹിമഹുല്ലാ, ജസാഹുല്ലാഹു ഖൈറ. ഇമാം അഹ്മദിന് അള്ളാഹു അതിനുള്ള പ്രതിഫലം, മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ ഇത് മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് കലാം കൊണ്ട് സഹായം തേടാൻ പഠിപ്പിച്ചു. ഉലമാക്കൾ ഖുർആൻ അള്ളാഹിന്റെ ഖൽഖല്ല എന്നതിന് അതിൽ നിന്ന് തെളിവ് പിടിച്ചു. കാരണം കലിമാത്ത് അള്ളാഹിന്റെ മഖ്ലൂഖായിരുന്നെങ്കിൽ ഒരിക്കലും അള്ളാഹു സഹായം തേടാൻ പറയുമായിരുന്നു. അപ്പൊ ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. 2 കാര്യം ഇന്ന് കിട്ടി. ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്നും ഒരു മഖ്ലൂഖിനോടും ഇസ്തിആദ പാടില്ല എന്നും. അത് ശിർക്കായ കാര്യമാണ്. ഒരു മഖ്ലൂഖിനോടും ഇസ്തിആദ പാടില്ല. الرابعة 4 فضيلة هذا الدعاء مع اختصاره. فضيلة هذا الدعاء, ഈ ദുആഇന്റെ ഫളീല, ശ്രേഷ്ഠത, മാ ഇഖ്തിസാരിഹി, അത് വളരെ മുഖ്തസറാണ് എന്നതോടൊപ്പം തന്നെ. മുഖ്തസർ എന്ന് പറഞ്ഞാൽ ചുരുക്കിയ വളരെ എളുപ്പത്തിലുള്ള
ദിക്റാണത്. എന്നിട്ടും അതിന്റെ ഫضل എത്രയാണ്, വളരെ വളരെ വലുതാണ്. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആ ദിക്ർ അറിയാത്തുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കണം. അഊദു ബികലിമാത്തില്ലാഹി അത്താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹ്, പെട്ടെന്ന് പഠിക്കാലോ. അഊദു ബികലിമാത്തില്ലാഹ് അത്താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. എല്ലാ ദിവസവും വൈകുന്നേരം 3 തവണ ഈ ദിക്ർ ചൊല്ലുക. അതുപോലെ നമ്മൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയ ഉടനെ ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാഹ് നമ്മെ കാത്തുരക്ഷിക്കും. ചെറിയ ദിക്റാണ്, പക്ഷെ വലിയ ഫضലാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ഈ ഉപകാരം, ഈ ഫായിദ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഇഖ്ലാസിനെതിരല്ല. ഇപ്പൊ നമുക്ക് ഒരു ഇബാദത്ത് കൊണ്ട് ദുനിയാവിൽ ഒരു ഫായിദയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഖിറത്തിലേക്കുള്ള ഫായിദ, ഉപകാരം മറക്കാതെ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തെറ്റല്ല. മനസ്സിലായല്ലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല കാര്യങ്ങൾ അതിന് തെളിവാണ്. ഏതുപോലെ കുടുംബബന്ധം നിങ്ങൾ ചേർക്കുക. കാരണം അത് റിസ്ക് വർദ്ധിപ്പിക്കും, ആയുസ് വർദ്ധിപ്പിക്കും. ഒരാൾ അള്ളാഹുവിന്റെ അതിമഹത്തായ അജ്ർ, പരലോകത്തെ അജ്ർ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ദുനിയാവിൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇന്നത് ചെയ്താൽ, ഇത് പറഞ്ഞാൽ, ഇത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ സമ്പത്തിലുള്ള വർധനവ്, റിസ്കിലുള്ള വർധനവ്, അതുപോലെ ആയുസ്സുള്ള വർധനവ്, അള്ളാഹുവിന്റെ താഴത്തിലായിട്ട് ആയുസ് കൂടണം, എന്നാലേ ആ ആയുസ് കൊണ്ട് ഫലമുള്ളൂ. താഴത്തിലായി ആയുസ് വർദ്ധിക്കണം, എന്നാലേ ആ ആയുസ് കൂടിയത് കൊണ്ട് ഖൈറുള്ളൂ, അല്ലെങ്കിൽ യാതൊരു ഖൈറുമില്ല. അപ്പൊ അങ്ങനെ ഒരാൾ ആഗ്രഹിച്ചാൽ അത് തെറ്റല്ല, അങ്ങനെ ആഗ്രഹിക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്. അപ്പോ പരലോകത്തേക്കുള്ള അമലുകൾ കൊണ്ട് ദുനിയാവ് പ്രതീക്ഷിക്കുക എന്നത് അസ്ലിൽ അത് പാടില്ലാത്തതാണ്. പക്ഷേ പരലോകത്തേക്കുള്ള അജ്ർ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തെറ്റല്ല, അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. അതിനുവേണ്ടി നമ്മൾ വേറെ ആളുകൾ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അത് പാടില്ല. പക്ഷെ ആളുകളെ അള്ളാഹു അറിയിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവനെ കുറിച്ച് ആളുകളെ അറിയിക്കുകയും ആളുകളുടെ മനസ്സിൽ അവനോട് ഹുബ്ബുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാൻ വുദ്ദാ. സൂറത്തു മറിയമിൽ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, ഈമാനും അമലു സാലിഹാത്തും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്നേഹം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കും. നല്ലവരായ ആളുകൾ അവരെ സ്നേഹിക്കും. ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കുന്നല്ല, അങ്ങനെ നബിമാരെ സ്നേഹിച്ചിട്ടില്ല. പിന്നല്ലേ നമ്മളെ അള്ളാഹു പറഞ്ഞത്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യുഹി ബഅ്ദുഹും ഇലാ ബഅ്ദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ജിന്നിലെയും ഇൻസിലെയും ശൈത്താന്മാരെ. നബിമാരെ ആരെങ്കിലും ദ്രോഹിച്ചിട്ടാ, ആരെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കുക, ആരോടെങ്കിലും അന്യായം പ്രവർത്തിക്കുക, എന്തെങ്കിലും ചെയ്തിട്ടാണോ നബിമാരോട് ആളുകൾക്ക് ശത്രുത ഉള്ളത്? ഒരിക്കലുമല്ല. മറിച്ച് അവർ കൊണ്ടുവന്ന ഹക്കിനോടുള്ള ശത്രുത, പിന്നെ അവരോടുള്ള ഹസദ്, അസൂയ, തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഖൈർ, തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ഖൈർ ആരും സ്വീകരിക്കരുത് എന്ന ഹസദ്. പിന്നെ വേറെ ചില ആളുകൾക്ക് നബിമാരോട് ദേഷ്യത്തിനായ കാരണം അവരുടെ റിയാസത്ത് നഷ്ടപ്പെടും, അവരുടെ നേതൃത്വം. അവർ വലിയ നേതാക്കന്മാരും അവർ വലിയ പുരോഹിതന്മാരായിട്ടൊക്കെ ഇങ്ങനെ നടന്നതാണ്. അപ്പൊ ഒരു നബി വന്നാൽ പിന്നെ പൊളിഞ്ഞു. കാരണം നുബൂവത്തിനേക്കാളും വലിയ റിയാസത്ത് വേറെയില്ല, നുബൂവത്തിനേക്കാളും വലിയ നേതൃത്വം വേറെയില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, ഞാൻ ഈ പണിയൊക്കെ നിർത്താം, പക്ഷെ ഒരു കണ്ടീഷൻ, താങ്കൾക്ക് ശേഷം അധികാരം എനിക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? അധികാരമാണ്. ഞാൻ നിർത്താം, പക്ഷെ കണ്ടീഷൻ ഇതാണ്, എനിക്ക് ശേഷം അധികാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിക്കഷ്ണം ഉണ്ടായിരുന്നു. റസൂലുള്ള പറഞ്ഞു, നീ ഇത് നിർത്തുന്നതിന് പകരം ഇതാണ് ചോദിച്ചതെങ്കിൽ പോലും അധികാരമല്ല, ഇത് തന്നാൽ നിർത്താന്ന് പറഞ്ഞാൽ തരൂല. സയുജീബുക സാബിത്ത് ബിൻ ഖൈസ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നിനക്കുള്ള മറുപടി സാബിത്ത് ബിൻ ഖൈസ് തരും. എന്നിട്ട് റസൂലുള്ള പോയി. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെടുന്ന സഹാബിയാണ്.
ആ സഹാബിയാണ് നല്ല ഒച്ച ഉണ്ടായിരുന്ന സഹാബി, ജഹൂരി സൗത്ത്. സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തുണ്ടല്ലോ, ശബ്ദം ഉയർത്തരുത് എന്ന ആയത്ത് ഇറങ്ങിയപ്പോ വീട്ടിൽ കരഞ്ഞിട്ടിരുന്ന സഹാബിത്ത് ബിൻ ഖൈസാൻ. കാരണം എന്റെ ശബ്ദം നബിയെക്കാളും മുകളിലായിരുന്നു, എന്റെ അമല് കുടിഞ്ഞുപോയല്ലോ, ഞാൻ നരകക്കാരനായല്ലോ എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ ആദ്യം നബി ആളെ അന്വേഷിക്കാൻ വിട്ടു. രണ്ടാമത് ആളെ അയച്ചപ്പോ വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് അയച്ചത്. എന്ത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിൻ നാർ വലാകിന്നഹു മിൻ അഹ്ലിൽ ജന്ന. സാബിത്ത് ബിൻ ഖൈസ് നരകക്കാരനല്ല, മിൻ അഹ്ലിൽ ജന്ന ആണ് എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. അപ്പൊ ഇങ്ങനെ റിയാസത്ത് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നബിമാരോട് ദേഷ്യവും അസൂയവും ഹസദും അതിന് പിന്നാലുള്ള ഉപദ്രവങ്ങളൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹുവാണ് കാക്കുന്നവൻ, അള്ളാഹുവാണ് കാവൽ നൽകുന്നവൻ. അള്ളാഹുവിന്റെ കാവലുണ്ടെങ്കിൽ ഒന്നും ദുനിയാവ് മുഴുവൻ എതിരായി വന്നാലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഫദീലത്തു ഹാദ ദുആ മാ ഇഖ്തിസാരിഹി. ഈ ദുആ വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ ഫദീല, ശ്രേഷ്ഠത. അൽ-ഖാമിസ 5 അന്ന കൗന ശൈഇ യഹ്സുലു ബിഹി മൻഫഅതൻ ദുനിയവിയ്യതൻ മിൻ കഫ്ഫി ശർറിൻ ഔ ജൽബി നഫ്ഇൻ ലാ യദുല്ലു അലാ അന്നഹു ലൈസ മിന അശ്ശിർക്ക്. പഠിച്ചു വെക്കേണ്ട, നമ്മുടെ ഉമ്മത്തിനെ ആളുകളെ പഠിപ്പിക്കേണ്ട, നമ്മുടെ ഉമ്മത്തിനെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഇതാണ്. വളരെ ശ്രദ്ധിക്കുക. അന്ന കൗന ശൈഇ, ഒരു കാര്യം ആണ് എന്നത്. എന്താണ് കാര്യം? യഹ്സുലു ബിഹി മൻഫഅതൻ യുഹ്സലു ബിഹി മൻഫഅത്തുൻ ദുനിയവിയ്യത്തുൻ. ആ കാര്യം കൊണ്ട് യുഹ്സൽ നേടിയെടുക്കാൻ പറ്റും. മൻഫഅത്തുൻ ദുനിയവിയ്യ, മൻഫഅത്തുൻ ദുനിയവിയ്യ. ദുനിയാവിൽ എന്തെങ്കിലും ഒരു മൻഫഅ, ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടുന്നുണ്ട്. മിൻ ഏതുപോലെയുള്ളത്? മിൻ കഫ്ഫി ശർറിൻ, ഒരു ഷർറ് തടയപ്പെട്ടു അതുകൊണ്ട്. ഔ ജൽബി നഫ്ഇൻ, അല്ലെങ്കിൽ ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടായി എന്നത്. ലാ യദുല്ലു, ഇത് തെളിവല്ല. ഒരു കാര്യം ചെയ്തിട്ട് അവൻ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു ഷർറ് തടുക്കപ്പെട്ടു എന്നത് ലാ യദുല്ലു, ഇത് സൂചിപ്പിക്കുന്നില്ല, അഥവാ ഇത് ദലീലല്ല, തെളിവല്ല. അല അന്നഹു ലൈസ മിന ശിർക്കി, അത് ശിർക്കല്ല എന്നതിന് തെളിവല്ല. നിങ്ങൾ എന്തായി പറഞ്ഞു? ആ ഉസ്താദിന്റെ വെള്ളം കുടിച്ചിട്ടല്ലേ എത്രയോ കാലം സുഖമില്ലാതെ കിടന്ന ആൾക്ക് അസുഖം മാറിയത്? അയാളെ വെള്ളം കുടിച്ചപ്പോ അല്ലേ കുറെ കാലം കുട്ടിയില്ലാതെ നടന്ന ആൾക്ക് കുട്ടിയുണ്ടായത്? അതുകൊണ്ട് ശിർക്കല്ലാതാവൂല, ബിദഅത്തല്ലാതാവൂല. ഏത് കാവിൽ പോയാലും, ഏത് ഉസ്താദിന്റെ അടുത്ത് പോയാലും, ഏത് തങ്ങളുടെ അടുത്ത് പോയാലും അവന്റെ ശർറ് തടുക്കുന്നത് റബ്ബൊരുവൻ മാത്രമാണ്. അവൻ ഉപകാരം കൊടുക്കുന്നത് റബ്ബൊരുവൻ മാത്രമാണ്. ചില ആളുകൾക്ക് അള്ളാഹു അങ്ങനെ കൊടുക്കും, അവരെ പരീക്ഷിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കും. ഏതൊരുവന്റെ ദുആക്ക് ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്. ആരുടെ പ്രയാസവും നീക്കുന്നത് അള്ളാഹുവാണ്. ആർക്ക് നിഅമത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അതൊരിക്കലും ഈ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്നതിന്റെ തെളിവല്ല. അങ്ങനെ ആണെങ്കിൽ നോക്ക്, എല്ലാ കൗമിനും ഇങ്ങനത്തെ കഥകൾ പറയാനുണ്ട്. ഏത് കൗമിനും ഇങ്ങനത്തെ കഥ പറയാനില്ലാത്തത്? എത്രയോ കാവുകൾ, വലിയ വലിയ അറിയപ്പെട്ട ക്ഷേത്രങ്ങൾ, അവിടെ പോയി മാറാരോഗങ്ങൾ മാറിയ എത്ര ആളുകളുണ്ട് കഥ പറയാൻ. അങ്ങനെ കഥ പറയുന്ന എത്ര ആളുകളുണ്ട്. ഇതൊന്നും ഒരിക്കലും ദീനിൽ തെളിവല്ല. ഒരാളുടെ അനുഭവമല്ല ദീനിൽ തെളിവ്. മറിച്ച് ദീൻ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊക്കെ ദുനിയാവിലെ ചില്ലറ കാര്യങ്ങൾ മാത്രമാണ്. ദുനിയാവിലെ താൽക്കാലികമായ നേട്ടങ്ങൾ, അതിൽ ഒരിക്കലും വഞ്ചിതനായി പോകാൻ നമ്മൾ പാടില്ല. അങ്ങനെയാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. അവിടെ പോയി മാറുന്നുണ്ടല്ലോ, അവിടെ പോയി അങ്ങനെ ആണെന്നുണ്ടല്ലോ, ഇങ്ങനെ. ഇതെല്ലാവർക്കും പറയാനുണ്ട്. നിങ്ങൾ ഉസ്താദിന് മാത്രം പറയാനുള്ളതല്ല. മറിച്ച് ഇത് എല്ലാ കൗമിനും ഇങ്ങനത്തെ കഥകൾ, ഇങ്ങനത്തെ കറാമത്ത് കഥകൾ, അതിൽ പലതും കളവായിരിക്കും. അധികവും കളവാണ്. ഇങ്ങനത്തെ കളവുകളും കെട്ടുകഥകളുമാണ് ശിർക്കിന്റെ എല്ലാ കേന്ദ്രങ്ങളും. അത് ഏത് സെൻസസിൽ ഏത് കൗമിൽപ്പെടുന്ന ആളായാലും, കണക്ക് പ്രകാരം മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെടുന്ന ആളായാലും, കണക്ക് പ്രകാരം മറ്റേതെങ്കിലും സമുദായത്തിൽപ്പെടുന്ന ആളുകളായാലും, ഷിർക്കിന്റെ ആളുകൾ ആരുണ്ടായാലും അവരുടെയൊക്കെ കഥകൾ ഇങ്ങനെയാണ്. കഥകളുടെ പുറത്താണ് അവരുടെ ദീൻ. ഇസ്ലാം കഥകളുടെ പുറത്തല്ല, മറിച്ച് കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തറക്തു ഫീകും ഷൈഅൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് വിട്ടേച്ചു പോയത്, നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ നമ്മിൽ
നമുക്ക് തന്നുപോയത് അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ആളുകളുടെ ജൽപ്പനങ്ങളിലേക്ക്, ആളുകളുടെ കഥകളിലേക്ക് അള്ളാഹിന്റെ റസൂൽ നമ്മെ വിട്ടിരുന്നെങ്കിൽ നമ്മൾ നശിച്ചു പോകുമായിരുന്നു, നമ്മുടെ ഹലാക്കാകുമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ആളുകളുടെ കഥകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കിതാബും സുന്നത്തും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ് നമ്മൾ ഷഹാദത്ത് പറയുന്നത് മുസ്ലിമാവും. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹ്ക്കല്ലാതെ ഇബാദത്ത് പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും കിട്ടി, എന്തെങ്കിലും ദുർ ആർക്കെങ്കിലും തടയപ്പെട്ടു എന്നത് കൊണ്ട് അത് ശിർക്കല്ലാതാകുന്നില്ല. ബാക്കി ഇങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കുക, ബിദ്അത്ത് അല്ലാതാവൂല, ഹറാം അല്ലാതാവൂല, ഒന്നുമല്ല. ഹറാമാകട്ടെ, ബിദ്അത്താകട്ടെ, ശിർക്കാകട്ടെ, തൗഹീദാകട്ടെ, സുന്നത്താകട്ടെ, ഹലാലായ കാര്യമാകട്ടെ, തീരുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ? അള്ളാഹു പറഞ്ഞോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞോ എന്നാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുള്ള വസിയത്ത് അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുമായിരുന്നു. ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് അതാണ് നിങ്ങൾക്ക്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ സന്മാർഗം സ്വീകരിച്ച എന്റെ ഖുലഫാഇന്റെ, എന്റെ സഹാബത്തിന്റെ ചര്യ നിങ്ങൾ സ്വീകരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ. ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ. ഒരൊറ്റ സഹാബി പറഞ്ഞാൽ അത് ദീനിൽ തെളിവാണ്, ദീനിൽ ഹുജ്ജത്താണത്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്, വേറൊരു സഹാബിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അപ്പൊ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കണം. അപ്പൊ നിങ്ങൾ സഹാബിയെ തള്ളിയോ അങ്ങനെ പറയണം, വേറെ സഹാബിയെ തള്ളേണ്ടി വരുമല്ലോ. ഏതെങ്കിലും ഒരാളെ തള്ളൽ ഉറപ്പാണല്ലോ, അപ്പൊ അതിന് തള്ളൽ എന്നല്ല പറയുക, മറിച്ച് ഖത, അബദ്ധം. അതിൽ നിന്ന് അള്ളാഹുവിന്റെ നബിമാർ മാത്രമാണ് മോചിതരായിട്ടുള്ളത്. അവർ ദീനിന്റെ കാര്യത്തിൽ പഠിപ്പിച്ചത് ഹക്കല്ലാതെ പഠിപ്പിക്കുകയില്ല, അവർ പഠിപ്പിച്ചത് ഹക്കല്ലാതെയല്ല. എന്നാൽ അതിനുശേഷമുള്ള ആളുകൾക്ക് ഖത പറ്റും. അപ്പോ അവർക്കെതിരെ ചെയ്തത് അവരെ പോലെ തന്നെ ഉള്ള, അവരുടെ അതേ ഫദലുള്ള ഒരു സഹാബിയായിരിക്കും. ഇതന്നെയാണ് ബാക്കിയുള്ള ഇമാമിങ്ങളുടെ കാര്യത്തിൽ. ഒരു ഇമാം, നിങ്ങൾ ഇമാം ഷാഫിയെക്കാളും വലിയ ഇൽമ് നിങ്ങൾക്കുണ്ടോ എന്ന് നമ്മളോട് പറയുന്നു. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ ഇമാം ഷാഫിഈ റഹിമഹുല്ല പഠിപ്പിച്ചതല്ല, ഇന്നതാണ് ഹദീസിലുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഇമാം ഷാഫിയെ തള്ളിയോ? ഒരിക്കലും നമ്മൾ തള്ളിയിട്ടില്ല. എന്താ കാരണം? അഹ്ലുസുന്നത്തിന്റെ ഒരു ഇമാമിനെയും നമ്മൾ തള്ളുന്നില്ല. കാരണം ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞതിനെതിര് പറഞ്ഞിട്ടുള്ള ആരാ? അള്ളാഹിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിനെതിരിൽ ഒരാളുടെ വാക്കും സ്വീകരിക്കാൻ പാടില്ല. ഇനി അള്ളാഹിന്റെ റസൂൽ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞെന്നല്ല, ഇമാം ഷാഫിഈയെ പോലെയുള്ള അതുപോലെ തന്നെയുള്ള ഇമാമിങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു അഭിപ്രായവും ഒരു ഇമാമും പറയാത്ത ഒരഭിപ്രായം നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ തള്ളുന്നു എന്ന് പറയുന്നവൻ അവനും തള്ളുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവനും തള്ളുന്നുണ്ട്. അതൊന്നും, തള്ളൽ എന്ന വാക്ക് കുറച്ച് കടുപ്പമുള്ള വാക്കാണ്. അതിന് മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ള നല്ല പ്രയോഗം എന്താണ്? നുഖത്തിഉഹും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് പറയും? നുഖത്തിഉഹും, അവർക്ക് ഖത പറ്റാം. പക്ഷെ വല നുബർരിഉ മിൻഹും, അവരിൽ നിന്ന് നമുക്ക് ബറാഅത്തില്ല. നമ്മൾ അവരുമായി വലായിൽ തന്നെയാണ്, ബറാഅത്ത് നമ്മൾ ഇല്ല അവരുമായി. കാരണം അവരൊക്കെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളാണ്. പക്ഷെ അബദ്ധം അത് ആണെന്ന് തെളിഞ്ഞാൽ നമുക്ക് തെളിച്ചിരുന്നാത് അവരെ പോലുള്ള വേറെ ഇമാമിങ്ങൾ തന്നെ. എന്താണ് അവരുടെ മാനദണ്ഡം? ഖുർആനും ഹദീസും. അപ്പോൾ സ്വതന്ത്ര പ്രമാണങ്ങൾ ഖുർആനും ഹദീസും മാത്രമാണ്. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ റളിയല്ലാഹു അൻഹും അവർ മനസ്സിലാക്കിയതുപോലെ. ഒരു സഹാബിയുടെ ഖൗലാണെങ്കിലും അത് ദീനിൽ തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, എന്റെയും സഹാബത്തിന്റെയും ചര്യ നിങ്ങൾ സ്വീകരിക്കുക. സഹാബത്തിന്റെ ചര്യ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയത്ത് പറഞ്ഞതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ ഹിദായത്തിലാകുമായിരുന്നു. ആ നിങ്ങൾ എന്ന വിളിയിൽ ആദ്യം ഉൾപ്പെടുന്ന സഹാബത്താണ്. അപ്പൊ സഹാബത്തിൽ ഒരാളുടെ വാക്ക് തന്നെ ദീനിൽ തെളിവാണ്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്.
അവർ മനസ്സിലാക്കിയതുപോലെയാണ് ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ഭിന്നിക്കുകയില്ല, വഴിതെറ്റിപ്പോവുകയില്ല. ഇതല്ലാതെ ഒരാളുടെ വാക്കിനും ഒരു ഇസ്മത്തില്ല. ആരെങ്കിലും പറയുന്ന കഥക്ക് ഇസ്മത്തില്ല, അഥവാ തെറ്റുകളിൽ നിന്ന് മോചിതമായിരിക്കും എന്ന ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധ്യമല്ല. അടുത്ത ബാബ്, ബാബു മിന ശിർക്ക് അൻ യസ്തഗീസ ബിഗൈരില്ലാഹി ഔ യദ്ഉ ഗൈറഹ. ബാബു മിന ശിർക്ക്, ശിർക്കിൽ പെടുന്ന കാര്യമാണ് അൻ യസ്തഗീസ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക. നേരത്തെ പറഞ്ഞത് ഇസ്തിആദത്താണ്, ഇത് ഇസ്തിഗാസത്താണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക, സഹായം തേടുക. ഈ ഓമന പേരിട്ടിട്ടാണ് ശിർക്കിനെ ശിർക്കല്ലാതാക്കാൻ ശിർക്കിന്റെ ആളുകൾ ഇക്കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിയാക്കന്മാർ പറയും, നമ്മൾ മോദി ഷെയ്ഖിനോട് ദുആ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഇസ്തിഗാസ നടത്തുന്നു. ഇസ്തിഗാസ എന്നാൽ സഹായം തേട്ടം. നിങ്ങൾ ഡോക്ടറോട് സഹായം തേടുന്നില്ലേ, നിങ്ങൾ എഞ്ചിനീയറോട് സഹായം തേടുന്നില്ലേ, ഇങ്ങനെ ന്യായം പറയും. എന്നാൽ എന്താ ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം? മുസ്ലിയാർ പറഞ്ഞു തരട്ടെ. മൊയ്തീൻ ഷെയ്ഖിനോട് എന്റെ രോഗം മാറ്റണേ എന്ന് ഇസ്തിഗാസ ഒന്നും നടത്തിയേ മുസ്ലിയാരെ, അപ്പോ ഇസ്തിഗാസ നടത്തും, മൊയ്തീൻ ഷെയ്ഖെ എന്റെ രോഗം മാറ്റണേ. ഇനി വെറുതെ നിങ്ങൾ പാടില്ല എന്നാണ് പറയുന്നത്, എന്നാലും മൊയ്തീൻ ഷെയ്ഖിനോട് രോഗം മാറ്റാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്തേ, അപ്പൊ എന്താ പറയാ, ഇതന്നെ മൊയ്തീൻ ഷെയ്ഖെ എന്റെ രോഗം മാറ്റണേ. എന്നൊരു വ്യത്യാസം. ദുആ ചെയ്യുന്നതും മൊയ്തീൻ ഷെയ്ഖിന്റെ രോഗം മാറ്റണേ, ഇസ്തിഗാസ നടത്തുന്നതും മൊയ്തീൻ ഷെയ്ഖിന്റെ രോഗം മാറ്റണേ. ഇത് ദുആ എന്താണെന്ന് ഏത് കുട്ടിക്കും അറിയാം. അപ്പോ ഇവർ പറയും, അല്ല, അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വിശ്വസിച്ചിട്ട് നുബൂവത്തിന്റെ അടിസ്ഥാനത്തിൽ, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ തേടിയാൽ അത് ശിർക്കല്ല. അല്ലാതെ തേടിയാൽ സ്വയം സഹായിക്കും എന്ന് വിശ്വസിച്ച് തേടിയാൽ അത് ശിർക്കാണ്. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങോട്ട് ചോദിക്കും നമ്മളോട്, ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊയ്ലാരോട് പിന്നെ മരിച്ചെടുത്തോ അല്ലെങ്കിൽ കല്യാണ വീട്ടിലോ ഇവർ ദുആ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉസ്താദ് ഒന്ന് ദുആരക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ചോദിക്കൂല, ഏത് ദുആ ഞാൻ ചെയ്തു തരണ്ട് എന്ന് ചോദിക്കൂല. അന്നേരം മൊയ്ലാർക്ക് നന്നായിട്ട് അറിയാം ഏത് ദുആ ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാം അള്ളാഹുവോടുള്ള ദുആ എന്താണെന്ന് പറഞ്ഞാൽ. അത് പിന്നെ ആളുകളെ കുഴപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് ദുആ ചെയ്താൽ അത് ശിർക്കല്ലാതാവുകയില്ല, അത് ശിർക്ക് തന്നെയാണ്. അതിന് ഇസ്തിഗാസ എന്ന് പേരിട്ടാലും. ന്യായം പറയുന്നത് എന്താ? ഇവർ അള്ളാഹുവിനോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമുക്ക് നേടിത്തരും. ഇത് തന്നെയാണ് മക്കയിലും മുശ്രിക്കുകളും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ നമ്മൾ ഇവരെ ആരാധിക്കുന്നില്ല. അള്ളാഹുവിലേക്ക് ശുപാർശക്കാരാണ് ഇവർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആകാശഭൂമികളെ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഇസ്തിഗാസ എന്ന് പേരിട്ടത് കൊണ്ട് അത് ശിർക്കല്ലാതാവുകയില്ല. ഇസ്തിഗാസ തന്നെയാണ് ദുആ. സാധാരണ മനുഷ്യരോട് തേടുക എന്നുള്ളത് അത് ദുആ അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ടാണ് അയാൾ മരിച്ചാൽ ഡോക്ടറെ നമ്മൾ വിളിച്ചിട്ട് ഇസ്തിഗാസ നടത്താത്തത്. മറിച്ച് അയാളുടെ മുന്നിൽ പോയി നമ്മൾ ഈ കാര്യം പറയുകയാണ് ചെയ്യുന്നത്, ചികിത്സിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും തൗഹീദുമായി യാതൊരു ബന്ധമുള്ള ഈ പറയപ്പെട്ട ഇബാദത്തുമായി ബന്ധപ്പെടുന്ന കാര്യമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് തേടുന്നതിന് ഇസ്തിഗാസ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. ബദറിന്റെ സമയത്തിലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ നോക്ക്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യ യാ ഖയ്യൂമായ അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനോട് ഞാനിതാ അസ്തഗീസ്, ഇസ്തിഗാസ നടത്തുന്നു, നിന്നോട് ഞാൻ ഇസ്തിഗാസ നടത്തുന്നു, സഹായം തേടുന്നു. അള്ളാഹ്ക്ക് ഇസ്തിഗാസ നടത്തിയാൽ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അള്ളാഹുവിനോട് നടത്തിയാൽ ഇബാദത്താകുന്നത് അള്ളാഹിന്റെ പടപ്പിനോട് നടത്തിയാൽ ശിർക്ക്. അള്ളാഹുവിനോട് തേടിയാൽ ഇബാദത്താകുന്നത് അള്ളാഹുവിന്റെ പടപ്പിനോട് തേടിയാൽ ശിർക്കാണ്. അള്ളാഹിനോട് തേടുന്നത് മൊയ്തീൻ ഷെയ്ഖിനോട് തേടിയാൽ, അള്ളാഹ്ക്ക് തേടിയാൽ അത് ഇബാദത്താവുമെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനോട് തേടിയാൽ അത് ശിർക്ക് തന്നെ. ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു, വഖൗലില്ലാഹി തആല, അള്ളാഹുവിന്റെ ഈ ആയത്ത്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്, നീ ദുആ ചെയ്യരുത്, മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട്, മാ ലാ യൻഫഉക വലാ യദുറുക, മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കാത്തവരോട്. ഫഇൻ ഫഅൽത, നീ എങ്ങാനും അങ്ങനെ ചെയ്താൽ, ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിലാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും
തൗഹീദിന്റെ ദുആ അള്ളാഹുവിനോടല്ലാതെ പാടില്ല എന്ന ആയത്തുകൾ പഠിച്ചു വെക്കുക, ഹിഫ്ളാക്കുക. ഇത് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിന്റെ കിതാബിൽ ഇത്രാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. നീ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്തു തരാൻ സാധിക്കാത്ത ആളുകളോട് നീ ദുആ ചെയ്യരുത്. നീ അങ്ങനെ ചെയ്താൽ നീ ളാലിമുകളുടെ കൂട്ടത്തിലാണ്, അക്രമികളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദാർ വന്നാഫിഅ് ഹുവല്ലാഹ്. ഉപകാരവും ഉപദ്രവവും ചെയ്തു തരാൻ യഥാർത്ഥത്തിൽ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഉപകാരം വരുത്താനും ഉപദ്രവം തടുക്കാനും ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ വെറും കാരണങ്ങൾ മാത്രമാണ്. നമ്മൾ ഇതിന് തേടേണ്ടത് ഉപകാരം കിട്ടാനും ഉപദ്രവം തടുക്കാനും തേടേണ്ടത് ആരോടാ? അള്ളാഹുവിനോട് മാത്രം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. അടുത്ത ആയത്ത് വഖൗലിഹി തആല, അല്ലാഹുവിന്റെ ആയത്ത്, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്. ഫബ്തഗു ഇൻദല്ലാഹി അർറിസ്ഖ്. നീ ഇബ്തഗു എന്ന് പറഞ്ഞാൽ നീ തേടുക, നീ ആഗ്രഹിച്ചു ചെല്ലുക. ഇൻദല്ലാഹി അള്ളാഹുവിന്റെ അരികിലേക്ക്, അർറിസ്ഖ എന്തിന്? റിസ്ക് തേടുക. ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന എന്തിനാ? 1 ഉപകാരം കിട്ടാൻ, 2 ഉപദ്രവം തടുക്കാൻ, 3 റിസ്കിന് വേണ്ടി. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു പള്ളിക്ക് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുകയാണ്. എന്താ കാരണം? പാപങ്ങൾ പോകാനും ആഗ്രഹ സഫലീകരണത്തിനും. അങ്ങനെയാ, പാപങ്ങൾ മായ്ച്ചു കളയാനും ആഗ്രഹ സഫലീകരണത്തിനും. പള്ളി ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ പള്ളിയല്ല. അപ്പൊ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നത്? ആഗ്രഹ സഫലീകരണം, പാപമോചനം. ആർക്കേ ചെയ്തു തരാൻ സാധിക്കുമോ? അള്ളാഹ്ക്കല്ലാതെ ചെയ്തു തരാൻ സാധിക്കുകയില്ല. അവിടെ ഉള്ള ഒരു അമ്മക്കും ഒരു മാതക്കും ഒരു പടപ്പിനും ഒരു നബിക്കും ഒരു വലിയനും സാധ്യമല്ല. അവരെ സൃഷ്ടിച്ച ഖാലിഖായ അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചതാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമുക്ക് ഇവർ ഉപകാരവും ഉപദ്രവവും ചെയ്തു തരൂല എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അവൻ പഠിപ്പിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹു ഇവരോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്. നീ അവരോട് റിസ്ക്, അള്ളാഹുവിനോട് റിസ്ക് തേടുക. فابتغوا عند الله رزقا واعبدوه واشكروا له إليه ترجعون. فابتغوا عند الله رزق. നിങ്ങൾ അല്ലാഹുവിനോട് റിസ്ക് തേടുക. വഅബ്ദൂഹു, അവനെ ഇബാദത്ത് ചെയ്യുക. വഷ്കുറു ലഹു, അവന് ശുക്ർ കാണിക്കുക. ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങി ചെല്ലുക. അള്ളാഹുവാണ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഒരു ഷെയ്ഖുമല്ല, ഒരു നബിയുമല്ല, ഒരു റസൂലുമല്ല. അതുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഒരു മഖ്ലൂഖ് എങ്ങനെ ഒരു മഖ്ലൂഖിനോട് സഹായം തേടും? ഒരു മഖ്ലൂഖ് അവനെ പോലുള്ള മറ്റൊരു മഖ്ലൂഖിനോട് എങ്ങനെ ദുആ ചെയ്യും? അവന്റെ ഖാലിഖിനോടാണ് അവൻ ദുആ ചെയ്യേണ്ടത്. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്. അല്ലാഹുവിങ്കൽ നിങ്ങൾ റിസ്ക് തേടുക. വഅബ്ദൂഹു, അവനെ ഇബാദത്ത് ചെയ്യുക. വഷ്കുറു ലഹു, അവന് ശുക്ർ കാണിക്കുക. ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടങ്ങി പോകുന്നത്. ഇത് സൂറത്തുൽ അൻകബൂത്തിലെ ആയത്താണ്. ഇനി അടുത്തത് വഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്ക്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. സൂറത്തു അൽ അഹ്ഖാഫിലെ ആയത്ത്. വമൻ അദല്ലു, ആരുണ്ട് വഴികെട്ടവൻ, മിമ്മൻ ഒരുവനേക്കാൾ, യദ്ഉ അവൻ ദുആ ചെയ്യുന്നു, മിൻ ദൂനില്ലാഹ് അല്ലാഹു അല്ലാത്തവരോട്, മൻ ലാ യസ്തജീബു ലഹു ആരാണോ അവൻ ഉത്തരം നൽകാത്തത്, ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരേക്കും, ഖിയാമത്ത് നാൾ വരേക്കും തനിക്ക് ഉത്തരം നൽകാത്ത അള്ളാഹു അല്ലാത്തവനോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവന്റെ ദുആയിനെ കുറിച്ച് ഗഫ്ലത്തിലാണുള്ളത്, അശ്രദ്ധയിലാണ്, അവർക്കറിയില്ല, അവർ കേൾക്കുന്നില്ല. നിന്റെ ദുആ അള്ളാഹു അല്ലാതെ കേൾക്കുകയില്ല. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. 1, 2, 3, 4 ആയത്തുകളുണ്ട് ഈ ബാബിൽ. അത്
അടുത്ത ദർസിൽ ആരെങ്കിലും ഓതി തന്നാൽ നന്നായിരിക്കും. പഠിക്കുക, തൗഹീദിന്റെ ആയത്തുകൾ നമ്മൾ പഠിച്ചു വെക്കുക, അള്ളാഹ്ക്ക് വേണ്ടി പഠിച്ചു വെക്കുക. ആളുകളെ ഈ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ അജ്ർ കിട്ടുന്ന കാര്യമാണ്. അതിനുവേണ്ടി പഠിച്ചു വെക്കുക. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وقوله تعالى أدبل الله برينه أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله. أإله مع الله سورة النمل ആയത്താണ്. അമ്മൻ ആരാണ്? ഇവിടെ ഇത് അള്ളാഹു തുടങ്ങിയത് അള്ളാഹു ഖൈറുൻ അമ്മ യുശ്രികൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണോ നല്ലത്, അതല്ല അവർ പങ്കുചേർക്കുന്ന ആളുകളാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത്. പിന്നെ ഓരോന്നും അമ്മൻ അമ്മൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. അഥവാ ഇങ്ങനെയുള്ള അള്ളാഹു ആണോ, അതല്ല അവർ പങ്കുചേർക്കുന്ന ആളുകളാണോ നല്ലത് എന്നാണ് അർത്ഥം. അമ്മൻ യുജീബു ആരാണോ ഉത്തരം നൽകുന്നത്, അജാബ ഉത്തരം നൽകി, യുജീബു ഉത്തരം നൽകുന്നത്. അൽ മുദ്തറ ആരാ? മുദ്തർ ദറൂറത്തിലായവൻ, ബുദ്ധിമുട്ടിയവൻ, പ്രയാസപ്പെടുന്നവൻ, വേറെ വഴിയില്ലാതിരിക്കുന്നവൻ. അങ്ങനെയുള്ളവന് ഇതാ ദഅാഹു അവനെ വിളിച്ച് ദുആ ചെയ്താൽ, അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്താൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ്? ഇവിടെ മുദ്തർ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. മുദ്തർ ചിലപ്പോൾ മുസ്ലിമിനായിരിക്കണമെന്നില്ല, കാഫിറായിരിക്കും ചിലപ്പോൾ. മുദ്തർ മുസ്ലിം ആയിരിക്കണമെന്നില്ല, കാഫിറായിരിക്കും. എന്നാലും ദുനിയാവിൽ അവന്റെ പ്രയാസം നീക്കാൻ ദുആ ചെയ്താൽ, അള്ളാഹിനോട് അവൻ ദുആ ചെയ്താൽ അവൻ ഉത്തരം നൽകുന്ന ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് അവൻ ഉത്തരം നൽകുന്നത്, യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ, അവർ കടലിലായാൽ നാലു ഭാഗത്തുനിന്നും തിര വന്ന് മുങ്ങുമെന്ന് കണ്ടാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് അവർ ഇഖ്ലാസോടെ ദുആ ചെയ്യുന്നു. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, അള്ളാഹു ആ ദുആ സ്വീകരിച്ച് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇതാ അവരതാ പങ്കുചേർക്കുന്നു. അപ്പൊ മുൾത്തറിന്, ഗതിമുട്ടിയവന് അവൻ ദുആ ചെയ്താൽ ഉത്തരം നൽകുന്നവൻ ആരാണ്? അവനാണോ ഖൈർ? ആ അള്ളാഹു ആണോ ഖൈർ? അതല്ല ഇവർ പങ്കുചേർക്കുന്ന ആളുകളാണോ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ രണ്ട് കൂട്ടുകാരോട് ചോദിച്ചില്ലേ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, നിങ്ങളെ ഈ വ്യത്യസ്തരായ ഈ അർബാബ്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണോ നല്ലത്? അമില്ലാഹ് അൽ വാഹിദുൽ ഖഹാർ, അതല്ല വാഹിദായ ഖഹാറായ, വാഹിദ് ഒരുവനായ, ഖഹാർ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനായ അള്ളാഹു ആണോ, അതല്ല ഇവനാണോ നല്ലത് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ. അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹ്, ദുആ ചെയ്യുന്ന മുദ്തറിന് ഉത്തരം നൽകുകയും, വയക്ഷിഫു എന്നിട്ട് കശഫ എന്ന് പറഞ്ഞാൽ നീക്കി, യക്ഷിഫു നീക്കുന്ന, അസ്സൂഅ സൂ എന്നാൽ അവന്റെ പ്രയാസം, പ്രയാസം നീക്കുന്ന, ദുആക്ക് ഉത്തരം നൽകുകയും അവന്റെ പ്രയാസം നീക്കുകയും, വയജഅലുക്കും നിങ്ങളെ ആക്കുകയും ചെയ്യുന്നവൻ. എന്താണ് ആക്കുന്നത്? ഖുലഫ. ഖുലഫ എന്നാൽ നമുക്ക് ഖലീഫുകളുണ്ട്, ഖലീഫുകൾ നമുക്കുണ്ട്, നമുക്ക് ഖലഫുണ്ട്. ഖലഫ് എന്നാൽ പിൻഗാമികൾ, സലഫിന്റെ ളിദ്ദാണ്, വിപരീതമാണ് ഖലഫ്. സലഫ് മുൻഗാമികൾ, ഖലഫ് പിൻഗാമികൾ. അള്ളാഹു നബിമാരുടെ ചില മോശം പിൻഗാമികളെ കുറിച്ച് പറഞ്ഞല്ലോ. അള്ളാഹു നബിമാരെ കുറിച്ച് സൂറത്തു മറിയമിൽ പറഞ്ഞു, ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയത്തി ആദമ وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. സൂറത്തു മറിയമിലെ സുജൂദിന്റെ ആയത്ത്. അതായത് അവരാണ് നാം നിഅമത്ത് നൽകിയ നബിമാർ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ, നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ നാം രക്ഷപ്പെടുത്തിയവർ, ഇബ്രാഹിം നബിയുടെയും ഇസ്രായേലിന്റെയും മക്കൾ. ഇസ്രായേൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇദാ തുത്ല അലൈഹിം ആയാത്തു റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഖറു സുജ്ജദ വബുകിയ, കരഞ്ഞുകൊണ്ടവർ സുജൂദിൽ വീഴും. ഇതാണ് നബിമാരും അവരുടെ ആളുകളും. പിന്നെ അതിനുശേഷം അല്ലാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ചില ഖൽഫ് വന്നു, പിൻഗാമികൾ വന്നു. അദാഉ സ്വലാഹ്, നിസ്കാരം ഉപേക്ഷിച്ചു. വത്തബഉ ശഹവാത്ത്, അതിന്റെ തൽഫലമാണ് ഷഹവാത്തിൽ പിൻപറ്റുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ തോന്നിവാസിയാവും. വസൗഫ യൽഖൗന ഗയ്യ, ഇതിന്റെ ദുരന്ത ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു പറഞ്ഞ
പിൻഗാമികൾ. അപ്പൊ നിങ്ങളെ ഖുലഫ ആക്കുന്ന, ഭൂമിയിൽ നിങ്ങളെ പിൻഗാമികളായി നിലനിർത്തുന്ന അങ്ങനെയുള്ള അള്ളാഹു ആണോ അതല്ല ഈ പങ്കു ചേർക്കുന്ന ആളുകളാണോ നല്ലത്? അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നതിന് തെളിവുകളാണ് ഈ പറഞ്ഞ 4 ആയത്തുകളും ഇനി പറയാൻ പോകുന്ന ഹദീസും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.